ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് ഇന്നലെ ഞായറാഴ്ചത്തെ വീഡിയോ ആണേ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ചായ കുടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ഇല്ലേ, ഇരിക്കട്ടെ. രാവിലെ ഒരു ചമ്മട് പാത്രം ഉണ്ടായിരുന്നു കഴുകാൻ. ഇവിടെ എനിക്കൊരു മോളുണ്ട്, ഒരു രക്ഷയില്ല കേട്ടോ. 2 ദിവസമൊക്കെ അങ്ങനെ വീഡിയോ എടുപ്പും കാര്യങ്ങളും ഒക്കെ കുറേശ്ശേ ഉള്ളായിരുന്നു, ഒന്നും പറ്റിയില്ല. ചായ ചൂടായി മോനെ, എടുത്ത് വെക്ക്. പിന്നെ പാത്രത്തിലെല്ലാം കരിഞ്ഞു പിടിക്കും. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇപ്പോഴും കൂട്ടുകാരെ, ഞങ്ങൾ വീട്ടിൽ വന്ന് രാവിലെ, ഇന്ന് ഞായറാഴ്ചയല്ലേ, അപ്പം ഞങ്ങൾ ഇങ്ങ് പോരുന്നു. രാവിലെ അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചതായിരുന്നു, പിന്നെ ഇങ്ങ് പോരുന്നു. രാവിലെ ഞങ്ങൾ അവിടെ ഇച്ചിരി കപ്പയും വാങ്ങിച്ച് 1/2 കിലോ ബീഫാണ് വാങ്ങിച്ചോട്ടെ, കുറച്ച് ബീഫേ വാങ്ങിച്ചോട്ടെ. ചേട്ടൻ ഇന്നലെ വയ്യാഞ്ഞുകൊണ്ടൊക്കെ പണിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ പണി കുറവായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ 1/2 കിലോ ബീഫ് മേടിച്ചപ്പോൾ ഇവരും അങ്ങോട്ട് വരുമല്ലോ എന്ന് അറിയുന്നില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് 1 കിലോ കപ്പയും വാങ്ങിച്ച് 1/2 കിലോ ബീഫും വാങ്ങിച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു. അവിടെ അതെല്ലാം എടുത്ത് വൃത്തിയാക്കാമെന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് പിന്നെ അങ്ങ് മനസ്സ് മടിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് വീട്ടിൽ പോകാം, കുഞ്ഞുങ്ങളാ അഥവാ വന്നില്ലെങ്കിലോ നമുക്ക് എന്തായാലും അങ്ങ് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച്. പിന്നെ അതെല്ലാം കൂടെ വാരിക്കെട്ടി ഇങ്ങോട്ട് പോയിരുന്നു. അപ്പോൾ അവിടെ ഇച്ചിരി കുറച്ചിങ്ങോട്ട് നമ്മൾ ബസ്സിന് പോരണം, അല്ലെ നടന്നു വന്നാൽ ഇച്ചിരി ദൂരം, വെയിലല്ലേ. അപ്പോൾ 3 പേരും കൂടെ വണ്ടിയെ പോരുന്നത് എങ്ങനെ? പകലല്ലേ. രാത്രിയിലൊക്കെ നമ്മൾ പോകുന്ന പോലല്ലല്ലോ. രാത്രി പോകുമ്പോൾ ആരും പോലീസുകാരൊന്നും ചിലപ്പോൾ എത്രയും വലുതായിട്ട് കാണത്തില്ലല്ലോ. അത് പകലാകുമ്പോൾ ചിലപ്പം കണ്ടാലോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ബസ്സിന് ഇങ്ങോട്ട് ജംഗ്ഷൻ വരെ വന്നു. ജംഗ്ഷനിൽ പിന്നെ നമുക്ക് ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു ഇച്ചിരിയും കൂടി ഇങ്ങോട്ട് ഉള്ളിലോട്ട് കയറി പോരണം. അവിടുന്ന് പിന്നെ ഞങ്ങൾ 3 കൂടെ പോകുന്നത് കേട്ടോ. അങ്ങനെ പോന്നു. ഞങ്ങളിവിടെ വന്ന് ഇനിയിപ്പോൾ പോകാമെന്ന് വിചാരിച്ചപ്പോൾ കുടുംബശ്രീ ഉണ്ട്, കുടുംബശ്രീക്കും കൂടെ പോയിട്ടേ പോകാമെന്ന് പോയിട്ട് ഇനി ഞാൻ പിന്നെയും വരണ്ടായോ, അതുകൊണ്ട് കുടുംബശ്രീയും കൂടെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞു. ചേട്ടൻ അവിടെ കിടക്കുന്നു. ചേട്ടന് വയ്യാന്ന് പറഞ്ഞാൽ അത് തലകറക്കവും പിന്നെ നെഞ്ചിനകത്ത് വേദനയുണ്ട്, ഈ പനിയുടെ ഒരു ആരംഭവും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ അവിടെ കിടക്കുന്നു. എല്ലാം ഇനിയിപ്പോൾ ഉച്ചയായില്ല, 2 മണിയാകുന്നു. ഇനിയിപ്പോൾ കുടുംബശ്രീയുടെ കഴിഞ്ഞിട്ട് അങ്ങ് പോകാം. മോളവിടെ കിടക്കുന്നു. പിന്നെ പിള്ളേരും അവിടെ ഇരിക്കുന്നു. കൊച്ചാൻ പെരയുടെ പുറം, ഞാനിപ്പോൾ ഇങ്ങോട്ട് പെരയുടെ പുറയിൽ ഇരുന്ന് കാര്യം പറഞ്ഞിട്ടിരിക്കുമായിരുന്നു. പിന്നെ അങ്ങോട്ട് പോയി. കൊച്ചും വരുമ്പോഴും മോനും എല്ലാം പെരയിലിരിക്കുന്നു, അവർ കഴിക്കുന്നു. വലിയവരങ്ങോട്ട് പോയി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ കേട്ടോ. ഇതാണ് എൻ്റെ സ്വന്തം വീട്, സ്വന്തം ഞാനും എൻ്റെ മക്കളും താമസിച്ചിരുന്ന ഞങ്ങളുടെ സ്വന്തം വീട്. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. ആങ്ങളെ മരിച്ചപ്പോൾ ആങ്ങളെ കുടുംബത്തിൽ തന്നെ അടക്കിയേക്കുന്നത്, കാരണം അവന് 2 കുഞ്ഞുങ്ങളുണ്ടല്ലോ, അപ്പോൾ അവിടെ വേണമല്ലോ എന്ന് വെച്ചിട്ടിരുന്നു. പിന്നെ എൻ്റെ അച്ഛന് വയ്യാതിരുന്ന സമയത്തെ പറഞ്ഞായിരുന്നു, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കൊച്ചവിടെ തന്നെ ഉള്ളൂ, അപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് തന്നെ എന്നെ കൊണ്ട് കിടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ മരിച്ചപ്പോൾ ആങ്ങളെ പറഞ്ഞു അവിടെ അടുത്ത് തന്നെ അടയ്ക്കാൻ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ അച്ഛനെ ഇങ്ങ് കൊണ്ടുവന്നേ. അങ്ങനെ ഞങ്ങൾ ഇവിടെ കിടത്തിയേക്കുക. അച്ഛനെ വരുന്ന വഴിക്ക് വേണമെന്നാണ്. അപ്പം അച്ഛനെ കാണണം, എല്ലാവരും വരുന്നേം പോകുന്നേം കാണണമെന്നൊക്കെ ജീവിച്ചിരുന്നപ്പം പറഞ്ഞു. ഞാനെന്ന് പറഞ്ഞ ജീവനായിരുന്നു കേട്ടോ. അതുകൊണ്ട് അച്ഛനിവിടെ ഉണ്ട്. പിന്നെ അമ്മ അവിടെ നാത്തൂനും കുഞ്ഞുങ്ങളും തന്നെ ഉള്ളൂ അമ്മയവിടെ. എന്നാലും ഇവിടെ വൈകുന്നേരം ചിലപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ കൂടെ ഇങ്ങോട്ട് ചാടും. ചേട്ടൻ ഇങ്ങനെ അവിടെ പോയി കൊണ്ടുവന്ന് ഇവിടെ ഇരിക്കും. പിന്നെ വൈകുന്നേരം പിന്നെ രാത്രി കൊണ്ടുവിട്ടിട്ട് ചിലപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങ് അവിടെയും പട്ടിയും പൂച്ചയൊക്കെ കിടക്കുന്നു. അപ്പം നമ്മൾ അവിടെയും നമുക്ക് മാറി നിൽക്കാനും പറ്റത്തില്ലല്ലോ. ഇപ്പോൾ ഉടനെ ഒന്നും നമുക്ക് ഒരിച്ചിരി സ്ഥലം മേടിയോ കാര്യങ്ങളോ ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സാമ്പത്തിക പ്രയാസമാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ മനസ്സുകൊണ്ടൊക്കെ ഓരോരോ ആഗ്രഹങ്ങൾ, എല്ലാവരും അങ്ങനെയാണല്ലോ, ഓരോരോ ആഗ്രഹങ്ങൾ കൊണ്ടല്ലേ. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു 3 സെൻറ്റ് സ്ഥലം വരെ ഒരു കൂര വെക്കാനുള്ളൊരു സ്ഥലം ഒത്തു കിട്ടണമെന്നുള്ള ഇതിലാണ് നമ്മളിരിക്കുന്നത്. നമുക്ക് പഞ്ചായത്തിലൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അതെന്താ പറഞ്ഞാൽ എൻ്റെ പേരിൽ കിടക്കുന്ന വസ്തുവും വീടും ഒക്കെ അല്ലേ ഇവിടെ, അപ്പോൾ നമുക്കത് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. എല്ലാവരും അങ്ങനെ കൊടുത്തേനായിരുന്നു. പിന്നെ ഇനി അല്ലാതെ നമുക്ക് മേടിക്കാനേ മാർഗമുള്ളൂ. അപ്പം അതിനുള്ള പൈസ ഒന്നുമില്ല. എന്തായാലും പൈസ ഒക്കെ ഒത്തു വരുമ്പോഴത്തേക്ക് മേടിക്കണം.
മോളെയും കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് എന്നൊക്കെയുള്ള പ്രതീക്ഷയിലിരിക്കുകയാണ്. ചേട്ടൻ അവിടെ കിടക്കുവാണേ, പെരക്കകത്ത് കിടക്കുന്നതെന്ന് പറഞ്ഞ് വെളിയിലിറങ്ങി കിടക്കുക കേട്ടോ, ചൂടാണെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അപ്പുറത്ത് മോടെ മുറി ഒരു ഫാനുണ്ട്, അതിന് ഇപ്പം നമ്മൾ ഉപയോഗിക്കാതിരുന്നിട്ടാണോ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ, അത് അത്ര അങ്ങോട്ട് ഇതാവുന്നില്ല. അപ്പോൾ ഹാളിലുള്ളതേ ഉള്ളൂ. അപ്പോൾ അവിടെ അവരെല്ലാം ഇരുന്ന് കഴിക്കുക. എൻ്റെ ചേട്ടൻ വെട്ടത്തോട്ട് വന്ന് കിടക്കാമെന്ന് പറഞ്ഞിട്ട് മുറ്റത്ത് വന്ന് തിണ്ണയ്ക്ക് വന്ന് കിടക്കുക. സിറ്റ് ഔട്ടൊന്നുമില്ല നമുക്ക് കേട്ടോ, ചെറിയ വീടാണ്, കുഞ്ഞു വീടാണ്. അയ്യോ ഒരു മങ്ങലുണ്ട് ഒന്ന്. പിന്നെ വേറെ എന്താണ് വിശേഷം? വെട്ടമില്ല കേട്ടോ, വീട് കാണിക്കാം. അപ്പം അങ്ങനെ ഞങ്ങൾ പിന്നെ കപ്പയൊക്കെ വേവിച്ചു, പുഴുങ്ങുമായിരുന്നു കേട്ടോ, അരിഞ്ഞ് വേവിച്ചില്ല. പിന്നെ ബീഫ് കറിയും വെച്ചു, കുറച്ചെല്ലാം ഉള്ളായിരുന്നു, അങ്ങനെ അത് കറി വെച്ചു. ഞങ്ങൾ കഴിക്കാനിരുന്നു. കൊച്ചുമോനപ്പോൾ കടയിലോട്ട് പോയായിരുന്നു, അവൻ പിന്നെ വന്നാൽ കഴിക്കാനിരുന്നു. ഞങ്ങൾ പിന്നെ എല്ലാവരും കഴിച്ചു. ഞാനും മോളും ചേട്ടനും വലിയമോനും മരുമോളും എല്ലാം കൂടെ ഞങ്ങൾ ഇന്ന് കഴിച്ചു. ഇളയവൻ പിന്നെ കടയിൽ പോയിട്ട് പിന്നെ വന്നു കഴിഞ്ഞാൽ കഴിച്ച്. പിന്നെ ഞാനൊരു മുറുക്കാനൊക്കെ തിന്ന് അവിടെ ഇങ്ങനെ ഇച്ചിരി നേരം കുറച്ച് നേരം ഇരുന്നു. പിന്നെ മുറ്റമൊക്കെ തൂത്ത് വാരിയിട്ടു. പിന്നെ മുറ്റത്തിൻ്റെ ഫ്രണ്ടിൽ അവിടെ ഇച്ചിരിച്ച പോച്ചയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ചെറുതായിട്ട് പറിച്ച് കളഞ്ഞെല്ലാം വൃത്തിയാക്കി. അപ്പോൾ നമ്മളെന്നും ചെന്ന് വൃത്തിയാക്കിയായിരുന്നു വൃത്തിയായിട്ട് കിടന്നേനെ. ഇതിപ്പം ഞാൻ ഇത്തിരി നാളായില്ലേ പോയിട്ട്. അപ്പോൾ കുറച്ചിടമൊക്കെ പിന്നെ പോച്ച പറിച്ച് വൃത്തിയാക്കിയിട്ടു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും പിന്നെ ഞങ്ങൾ പോരാമെന്ന് വിചാരിച്ചു. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബായ് കൂട്ടുകാരി.